റോയ്ചായ കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംകൂറിൽ വരുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. രാജ്യവ്യാപകമായ ഒരു തട്ടിപ്പ്. അതിൽ നമ്മുടെ മലയാള സിനിമയിലെ നടന്മാരും ഇരകളാവുകയാണ്, അല്ലെങ്കിൽ അതിൽ പെട്ടുപോവുകയാണ്. ഇവർക്ക് യാതൊരു പരിശോധനയില്ലാണ് ഇത്തരം ലക്ഷങ്ങൾ കൊടുത്ത് ഈ വണ്ടികൾ വാങ്ങുന്നത്. നമ്മൾ തമാശയായിട്ട് പറയത്തില്ലേ, ലോകത്ത് ഏത് തട്ടിപ്പ് നടന്നാലും അത് തട്ടിപ്പിൻ്റെ ഒരു അംശം കേരളത്തിലും വരുമെന്ന്. അപ്പോൾ ഇപ്പോൾ വാഹന തട്ടിപ്പാണ് നടക്കുന്നത്. മലയാളി ഏത് തട്ടിപ്പിനും പോയി തല വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്വഭാവമുള്ളവരാണ്. അത് സിനിമാ നടന്മാരായാലോ രാഷ്ട്രീയക്കാരായാലോ പണമുള്ളവരോ പണമില്ലാത്തവരോ എല്ലാവരും ഈ സകല തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളുടെ ഒരു 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 പ്രധാന കേന്ദ്രമായിട്ട് തന്നെ കേരളം മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പുതിയ തട്ടിപ്പെന്ന് പറയുന്നത് ഭൂട്ടാനിൽ നിന്ന് അവിടെ ഭൂട്ടാൻ സൈനിക വാഹനങ്ങൾ അവിടെ ലേലം ചെയ്ത് വിൽക്കുന്നത് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയും അതിർത്തി പ്രദേശങ്ങളായ ബീഹാർ ഹിമാചൽ പ്രദേശ് ഇവിടെ നിന്നൊക്കെ കൊണ്ടുപോയിട്ട് കളർ രജിസ്ട്രേഷൻ നടത്തി അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് വലിയ തുകകൾ വാങ്ങി വിൻറ്റേജ് വണ്ടികളും ബ്രാൻഡ് ന്യൂ വണ്ടികളും എല്ലാം തന്നെ ഇത്തരത്തിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്, ഈ അതിർത്തികളിലൂടെ ഇത്തരം വണ്ടികൾ കടന്നു വരുമ്പോൾ നമ്മുടെ അതിർത്തി രക്ഷാ സേനയോ കസ്റ്റംസോ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ ഇതൊന്നും ഗൗരവത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന സാധനം. അതുകൊണ്ട് തന്നെയാണല്ലോ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ആൾ കയറുന്നതിൻ്റെ കാര്യം. ഈ അതിർത്തിയുടെ കാവൽ നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ ഒന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള കള്ളക്കടത്തും മറ്റും നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കള്ളക്കടത്ത് നടത്തിയ വാഹനങ്ങളാണ് സിനിമാ താരങ്ങളായാലും പണക്കാരായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ തന്നെ വാങ്ങുന്നത്. പതിവ് പോലെ കേരളത്തിലെ സിനിമാ നടന്മാർ ഇതേപോലുള്ള വാഹനപ്രേമം ഉള്ളതുകൊണ്ടും പണം ധാരാളം ഉള്ളതുകൊണ്ടും അവരും ഇതേപോലുള്ള വണ്ടികളിലൂടെ വാങ്ങിച്ച് കൂട്ടിയിട്ടു. അപ്പോൾ ഇത് ജെനുവിൻ വണ്ടിയാണോ, ഇതിൻ്റെ രജിസ്ട്രേഷൻ ജെനുവിനാണോ, എങ്ങനെയാണ് ഇത് വന്നെന്നോ പിടിച്ചെന്നോ ഒന്നും യാതൊരു തരത്തിലുള്ള പരിശോധന കാണത്തില്ലായിരിക്കാം. അങ്ങനെ ആയിരിക്കാം അവർ ഇത് തട്ടിപ്പ് വണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ചൊന്നും ആയിരിക്കത്തില്ല. അവർ നല്ല വണ്ടി ഇപ്പോൾ ഡീലർമാർ വഴി കിട്ടുന്നതുകൊണ്ട് വാങ്ങി എടുത്തു എന്നുള്ളതേ കാണത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു അപകടകരമായ സ്ഥിതിയുണ്ട്. ഇത്തരം വാഹനക്കടത്ത് നടത്തുമ്പോൾ മറ്റു പലതും കടക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്, ഇല്ലേ? സ്വർണ്ണം കടത്തുന്നുണ്ടാവാം, മയക്കുമരുന്നിൻ്റെ കടത്തുണ്ടാവാം. ഇതെല്ലാം ഈ ലെവലിൽ നടക്കുന്നുണ്ട്. ഒന്ന്, ഒരേ സമയം ഭൂട്ടാൻ തന്നെ ചൈനയോടും അതിർത്തി പങ്കിടുന്നതാണ്, നമ്മളോടും പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇത് പലതരത്തിലുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് സൃഷ്ടിക്കുന്ന സാമ്പത്തികവും അതുപോലെ തന്നെ സുരക്ഷാ പ്രശ്നങ്ങളും വളരെ രൂക്ഷമാണ്. അപ്പോൾ കേരളത്തിലെ ഈ സിനിമാ നടന്മാർ, ഇപ്പോൾ ദുൽഖർ ആയാലും പൃഥ്വിരാജ് ആയാലും അവരുടെ അമിത് ചക്കാലയ്ക്കൽ എന്ന് പറയുന്ന നടനും ഒക്കെ തന്നെ ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിയത് അവരുടെ വീടുകളിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കസ്റ്റംസും മറ്റ് സംഘങ്ങളും ഒക്കെ പരിശോധന നടത്തുന്നത്. അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് അവരാണ്. ഏത് ഘട്ടത്തിലാണ് അവർ ഇങ്ങനൊരു വാഹനം വാങ്ങാനിടയായത്? ഈ രജിസ്ട്രേഷൻ മറച്ചു വെച്ചിട്ടാണോ ഇത് വാങ്ങിക്കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്നത്? ഇതിനാവശ്യമായ കടലാസുകളൊന്നും കിട്ടാതാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? നികുതി വെട്ടിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ പണ്ടൊക്കെ നടക്കുന്ന സിനിമാ നടന്മാർ നേരെ പോയി പോണ്ടിച്ചേരി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത്. നമ്മളിവിടെ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ കേസ് വന്ന സംഭവങ്ങളാണ്. ഒരുപാടുണ്ട്. സുരേഷ് ഗോപി, ഭഗത് ഫാസിൽ, അതേപോലെ അമല പോൾ, ഇങ്ങനെ ഒരുപാട് പേര് പോണ്ടിച്ചേരി പോയി രജിസ്റ്റർ ചെയ്യുന്നത്. അതിൻ്റെ കേസ് അന്വേഷണവും അതും ഇതൊക്കെ നടക്കുകയൊക്കെ ചെയ്യുകയാണ്, പിഴ അടക്കുകയൊക്കെ ചെയ്തവരുണ്ട്. ഇത് നികുതി വെട്ടിക്കുക എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ്റെ സഹജമായ ഒരു ഇതാണ്. തട്ടിപ്പിലൂടെ പണം നേടുക, തട്ടിപ്പ് നടത്തി നികുതി വെട്ടിക്കുക, അല്ലെങ്കിൽ മറ്റ് ടാക്സുകൾ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ തന്നെ ഇന്ത്യക്കാരുടെയും മലയാളികളുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ചില സ്വഭാവവിശേഷങ്ങളാണ്. അല്ല, അതിൽ തന്നെ ഇവരിപ്പോൾ കോടികളുടെ വരുമാനം ഉള്ളവരാണ്. ഇവരെല്ലാം കോടികളുടെ വണ്ടികൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ന്യൂ വാങ്ങുന്നതുകൊണ്ട് അപ്പോഴും ഇവരെന്തിനാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള ഇത്തരം വണ്ടികൾ വാങ്ങുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്തരം ഇടപാടുകളുടെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചാൽ സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ് പുതിയ വാഹനങ്ങൾ വാങ്ങുകയും ധാരാളം പണമുള്ളവരാണ് ഒരു സിനിമയിലൊക്കെ അഭിനയിക്കുന്നതിന് മലയാളം പോലുള്ള കൊച്ചു ഭാഷയിൽ പോലും കോടികളൊക്കെ വാങ്ങുന്ന ഈ നടന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് പോയി തലവെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് പലതും ദുരൂഹമായ പല ഇടപാടുകളുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കപ്പെടുന്നത്. ഒന്നുമില്ല ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്നതിന് വേണ്ടിയാണോ, അല്ല മറ്റ് എന്തെങ്കിലും ഇടപാടുകളുടെ പിന്നിലുള്ളതാണോ എന്നൊക്കെയുള്ളത് ഇനിയും ഏജൻസികൾ കൃത്യമായി അന്വേഷിക്കുമ്പോഴേ അറിയത്തുള്ളൂ. അത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലേ അറിയത്തുള്ളൂ. ഇവർക്ക് എന്തുമാത്രം പിഴയിടുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയ കോലാഹലങ്ങൾ പിന്നീട് പലതിൻ്റെ അകത്ത് കാണാറില്ല. അത് പല കേസിലും അത് തന്നെയാണ് പല നമ്മൾ കാണുന്നത് അതാണ്. അപ്പം ഈ ഇടപാടുകൾക്ക് ഒരു എന്താ പറയുക, വീണ്ടും നമ്മുടെ സിനിമാ നടന്മാരെ കുറിച്ച് ആൾക്കാരുടെ ഇടയിൽ വല്ലാത്ത ചിന്തകൾ ഇടയാക്കുന്നതിനുള്ള അവസരങ്ങൾ ഇവർ തന്നെ സൃഷ്ടിക്കുകയാണ്. നികുതി വെട്ടിപ്പുകാർ
നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, കുട്ടികളുടെയും ധാരാളം സിനിമ കാണുന്നവരുടെയൊക്കെ ആരാധ്യ പുരുഷന്മാരെന്ന് പറയുന്നവർ, അവർ സിനിമയിൽ വന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി വലിയ പോരാട്ടം നടത്തുന്നു, ഡയലോഗ് അടിക്കുന്നവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് ഒരു ശരിയാണോ ഇല്ലയോ എന്ന് അവരാണ് ഒരിക്കൽ കൂടി ആലോചിക്കേണ്ടത്. അപ്പോൾ കാരണം ഇവർക്ക് ഒരുപാട് സാധാരണക്കാരെ പോലെ ഇവർക്ക് ഒരുപാട് ആരാധകരുണ്ട്. ഇവരുടെ വെള്ളിത്തിരയിൽ പറയുന്നത് വിശ്വസിച്ച് പുറകെ പോകുന്ന ഒരു ഫാൻസുകൾ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് മാതൃകയാവേണ്ടിയവർ എന്ന് ജനം വിചാരിക്കുകയും അവർ ഞങ്ങൾ മാതൃകാ പുരുഷന്മാരാണെന്ന് നാട്ടുകാരോട് സർവ്വനേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ തന്നെ ഇത്തരത്തിൽ പോയി ഉള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് അവരാലോചിക്കേണ്ടതാണ്. ടാക്സ് നിയമവിരുദ്ധമായി ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ഏജൻസികൾ അകത്ത് കയറിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തത് നിയമവിരുദ്ധമാണെന്നെങ്കിൽ തുറന്ന് സമ്മതിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവണം. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്. അല്ല, ഇതിൽ പിന്നെ വരുന്നത് ഇവർ തട്ടിപ്പിനിരയായി എന്നാണ്. നടന്മാരും തട്ടിപ്പിനിരയായി എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷെ അപ്പോഴും ഇവരെല്ലാം സ്വന്തമായ നിർമ്മാണ കമ്പനിയും ഒരു കോർപ്പറേറ്റ് ലെവലിൽ തന്നെ പ്രവർത്തിക്കുന്നവരും സ്വന്തമായ ചാർട്ടേഡ് അക്കൗണ്ടന്റും കാര്യങ്ങളും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ ഒരു ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തൊരു വണ്ടി വാങ്ങുമ്പോൾ സ്വാഭാവികമായ ഒരു പരിശോധന ഇവർ നടത്തില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ നാട്ടിൽ മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നിയമപരമായ ഒരുപാട് ഇടപാടുകളുണ്ട്. അതൊക്കെ അതാണോ? നിങ്ങൾക്ക് ഇത് അന്വേഷിക്കാനുള്ള ഒരുപാട് കാരണം. നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ MVD ഉണ്ട്, അല്ലെങ്കിൽ പോലീസുണ്ട്, ഒക്കെ ചോദിക്കാൻ കാരണം സാധാരണക്കാരെ പോലെ ഇവർക്ക് അതിനൊക്കെയുള്ള സോഴ്സുകളുണ്ട്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ ശ്രീത്ത് പറഞ്ഞ പോലെ തന്നെ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടുമാരുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. ഈ വിവരങ്ങൾ ചോദിച്ചറിയാനുള്ള നിരവധി സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ അതിനെയൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണോ ഈ നടത്തിയെന്നുള്ളത് ആണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ നിങ്ങൾ പോയി ഇരയാക്കപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ നാട്ടിൽ ഇത്തരം ഇടപാടുകളിലൂടെ അല്ലാതെ തന്നെ നിങ്ങൾ പുതിയ ബ്രാൻഡ് ന്യൂ വണ്ടികൾ വാങ്ങുന്നു, ഒരു നമ്പർ പ്ലേറ്റിന് വേണ്ടി പോലും ലക്ഷങ്ങൾ മുടക്കി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാ. അപ്പം നിങ്ങൾ പോയി ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദികളാണ്. നിങ്ങളിത് അറിഞ്ഞുകൊണ്ട് പോയി ഇതിന് തന്നെ തലവെച്ചതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അടിസ്ഥാനപരമായി ഇതൊരു ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ അവിടെ കിടക്കട്ടെ. അന്യരാജ്യത്തു നിന്ന് തന്നെ കള്ളക്കടത്തിലൂടെ കൊണ്ടുവരുന്ന വണ്ടി വാങ്ങിച്ച് ഗ്യാരേജിൽ ഇട്ടിട്ട് പിന്നെ അതിനെക്കുറിച്ച് തത്വം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങൾക്കെതിരായിട്ടൊരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത്. അത് നിങ്ങൾ അംഗീകരിക്കണം. പിഴവ് അടച്ചുകൊണ്ട് മാത്രം മാറുന്നില്ല, ഇത്തരം ഇടപാടുകളിൽ പോകാതിരിക്കുക. യാതൊരു തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോകാതിരിക്കാനുള്ള ഒരു ബാധ്യത, പ്രത്യേകിച്ച് നിങ്ങളുടെ ആരാധകർ ഇത്രയും മാത്രം നാട്ടിലുള്ളപ്പോൾ നിങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നിങ്ങൾ സത്യസന്ധമായെങ്കിലും ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയുള്ള ഇടപാടുകൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നിയമത്തിൻ്റെ വലയിൽ പോയി ചാടും. അതിന് നിങ്ങൾ വേറെ ആരെ കുറ്റം പറഞ്ഞിട്ടോ ഞങ്ങൾ ചതിക്കപ്പെട്ടതാണെന്നോ കബളിപ്പിക്കപ്പെട്ടതാണെന്നോ പറഞ്ഞിട്ട് അർത്ഥമില്ല.